ഒരു കളർഫുൾ എന്റർടൈനിങ് ഈസ്റ്റർ എപ്പിസോഡ്. ഈസ്റ്റർ ദിവസം പ്രേക്ഷകർക്ക് പൊട്ടിച്ചിരിക്കാനുള്ള എല്ലാ വകകളും ഇത്തവണത്തെ എപ്പിസോഡിലുണ്ടായിരുന്നു. ഈ പിള്ളേർക്കൊക്കെ ഇത്രയും കഴിവുകൾ ഉണ്ടായിരുന്നു എന്നൊക്കെ ഒരു നിമിഷത്തേക്ക് ചിന്തിച്ചു പോകും. അതുപോലെയാണ് ഓരോ കണ്ടസ്റ്റന്റുകളും ഈസ്റ്റർ സ്പെഷ്യൽ പ്രോഗ്രാം ചെയ്തത്. അതിലേക്കൊക്കെ വരുന്നതിന് മുൻപായി എപ്പിസോഡിലെ മെയിൻ സംഭവം എന്താണെന്ന് നോക്കാം. ജിൻഡോയും രശ്മിനും അടക്കി വാണിരുന്ന പവർ റൂമിലേക്ക് അല്ല പവർ ടീമിലേക്ക് ഒരാൾ കൂടി എത്തിയിരിക്കുന്നു. ആരാണെന്നല്ലേ? സീസൺ 6 ഫസ്റ്റ് ക്യാപ്റ്റനായ അർജുനാണ് ആ ഭാഗ്യവാൻ. ആശാൻ കുറച്ച് മടിച്ചാണ് പവർ ടീമിലേക്ക് എത്തിയതെങ്കിലും സംഭവം ഉഷാറായി. നിലവിലെ പവർ ടീമിന് പവർ ഇല്ലാത്തത് കൊണ്ടും ഡിസിഷൻ മേക്കിങ്ങിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വരുന്നത് കൊണ്ടുമാണ് ബിഗ് ബോസ് പുതിയ തീരുമാനത്തിലേക്ക് എത്തിയെന്ന് പകൽ പോലെ വ്യക്തം. രശ്മിൻ ഒന്ന് പറഞ്ഞാൽ ജിൻഡോ 2 പറയും. അതായിരുന്നു അവസ്ഥ. ഇങ്ങനെ പോയാൽ ശരിയാകില്ലെന്ന് കൃത്യമായി മനസ്സിലായതുകൊണ്ടാണ് ബിഗ് ബോസ് പുതിയ തീരുമാനത്തിലേക്ക് കടന്നത്. പവർ ടീം ഒഴികെയുള്ള 3 ടീമിൽ നിന്നും ഓരോരുത്തരെ ടീം അംഗങ്ങൾ തന്നെ സെലക്ട് ചെയ്യുക. ഇത് പ്രകാരം ശരണ്യ, യമുന, അർജുൻ എന്നിവരുടെ പേരുകളാണ് മുൻപോട്ട് വന്നത്. പവർ ടീമിലേക്ക് ആയതുകൊണ്ട് തന്നെ കുറച്ചു പേർക്ക് താല്പര്യക്കുറവും അതുപോലെ മറ്റു ചിലർക്ക് താല്പര്യ കൂടുതലും ആയിരുന്നു അവസ്ഥ. ചുരുക്കി പറഞ്ഞാൽ അനുഭവിച്ചറിഞ്ഞവർ ആ വഴിക്ക് ഞാനില്ലെന്ന് തുറന്നു പറഞ്ഞിരുന്നു. ഈ പറഞ്ഞ 3 ആൾക്കാരിൽ നിന്നും പവർ ടീം അർജുനെയാണ് സെലക്ട് ചെയ്തത്. സ്ട്രെയിറ്റ് ഫോർവേഡ് എന്ന ഒറ്റ കാരണത്തെ ബേസ് ചെയ്തിട്ടാണ് അർജുൻ സെലക്ട് ചെയ്യപ്പെട്ടത്. അവിടെയും പവർ ടീം ഡിസിഷൻ മേക്കിങ്ങിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കിയെന്നതും ശ്രദ്ധിക്കേണ്ടതുണ്ട്. രശ്മിൻ നിലവിലെ ടീമിനെ കരുത്തുറ്റതാക്കുവാൻ നോക്കുമ്പോൾ ജിൻഡോ അടുത്ത തവണ പവർ ടീം മത്സരത്തിൽ പൊരുതാനുള്ള വ്യക്തിയാണ് നോക്കിയിരുന്നത്. കാരണം എവിക്ഷൻ നോമിനേഷൻ ഫ്രീയും ഒരു ലോഡ് പവറും കിട്ടുമ്പോൾ അങ്ങനെ ചിന്തിച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. അവസാനം രശ്മിന്റെ ഇഷ്ടത്തിന് എന്ന പോലെയാണ് ജിൻഡോ ട്രാക്ക് മാറ്റിയത്. ഇങ്ങനെയാണ് പവർ ടീമിലേക്ക് അർജുൻ കയറിപ്പറ്റിയത്. രണ്ടാമത്തെ പവർ ടീം അധികാരത്തിൽ വന്നപ്പോൾ തന്നെ പ്രേക്ഷകർക്കുൾപ്പെടെ 2 പേരെ വെച്ച് എങ്ങനെ മുൻപോട്ട് പോകുമെന്ന ചിന്ത അലട്ടിയിരുന്നു. വരും ദിവസങ്ങളിൽ ആ ചിന്ത കൂട്ടുന്ന വിധത്തിലായിരുന്നു 2 പേരുടെയും പോക്ക്. രശ്മിൻ മറ്റു മത്സരാർത്ഥികളുടെ അഭിപ്രായം കൂടി കണക്കിലെടുത്ത് ഫേവറബിൾ ആയ രീതിയിൽ മുൻപോട്ട് പോകുമ്പോൾ ജിൻഡോ തന്നിഷ്ടത്തിനാണ് കാര്യങ്ങൾ ചെയ്തിരുന്നത്. മിണ്ടിയാൽ പണിഷ്മെന്റ്, അതായിരുന്നു ജിൻഡോയുടെ അവസ്ഥ. ഇതൊക്കെ കണ്ട് കൃത്യമായി മനസ്സിലാക്കിയാണ് ബിഗ് ബോസ് പവർ ടീമിലേക്ക് ഒരാളെ കൂടി ഉൾപ്പെടുത്തിയത്. അർജുൻ വന്നിട്ട് ഇനി എന്തെങ്കിലും മാറ്റം ഉണ്ടാകും എന്നൊക്കെ കണ്ടറിയണം. അടുത്തത് അദൃശ്യമായി നിൽക്കുന്നവർ ആരൊക്കെയാണെന്ന് മത്സരാർത്ഥികളെ കൊണ്ട് പറയിപ്പിക്കുന്ന ടാസ്ക്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഒട്ടും ആക്റ്റീവ് അല്ലാതിരിക്കുന്ന വ്യക്തികളെ കണ്ടെത്തുക. നമ്മൾ ചിന്തിച്ചതുപോലെയൊക്കെ തന്നെ ഭൂരിഭാഗവും പറഞ്ഞത് ശരണ്യ, ശ്രീതു, ഋഷി, അൻസിബ ഇവരെയൊക്കെയാണ്. അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. കാരണം ഫസ്റ്റ് ഡേ തൊട്ട് 21ാമത്തെ ദിവസം വരെ ഈ പറഞ്ഞ ആരും തന്നെ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടു എന്നല്ലാതെ സ്വന്തമായി ഒരു കണ്ടന്റ് ഉണ്ടാക്കിയെടുക്കാൻ ഇക്കൂട്ടർ ശ്രമിച്ചിട്ടില്ല. തമ്മിൽ ഭേദം ഋഷിയാണ്. ജാസ്മിനുമായുള്ള പ്രശ്നത്തിലെങ്കിലും ആൾ പ്രതികരിച്ചിരുന്നു. ശരണ്യായാലും ശ്രീതു ആയാലും ഇവർ 2 പേരും ഒരു സുഖവാസത്തിന് വന്ന ഫീലാണ് സത്യത്തിൽ. സ്വന്തമായ ഒരു അഭിപ്രായമോ ഒന്നുമില്ലാത്ത 2 ആൾക്കാർ. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ സേഫ് ഗെയിം. ലാലേട്ടൻ ചോദിച്ചതുപോലെ പുറത്തുള്ളവർ എന്ത് കരുതുമെന്ന് വിചാരിച്ചാണ് ഗെയിം കളിക്കുന്നതെന്ന് ആർക്കും മനസ്സിലാവും. സത്യത്തിൽ ആക്റ്റീവ് അല്ലാത്ത മത്സരാർത്ഥികളെ ആക്റ്റീവ് ആക്കാനുള്ള ബിഗ് ബോസിന്റെ നീക്കമെന്ന് വ്യക്തമാണ്. ഇങ്ങനെയെങ്കിലും ഇവരൊന്ന് നന്നാകട്ടെ എന്ന മട്ടിലാണ് ബിഗ് ബോസ് ഉള്ളത്. അടുത്ത ആഴ്ചയിലെങ്കിലും ഈ പറഞ്ഞതൊക്കെ കൂട്ടർ മാറ്റി പറഞ്ഞാൽ നല്ലതാണ്. ഇല്ലെങ്കിൽ നിശാന പോയതുപോലെ പുറകെ പെട്ടിയെടുത്ത് പോകേണ്ടി വരും. അടുത്തതാണ് കോമഡി പണിഷ്മെന്റ് ടാസ്ക്. പേര് പോലെ തന്നെ കോമഡിയായി പണിഷ്മെന്റ് കൊടുക്കുക. ഓരോരുത്തരെ വിളിച്ച് അവർക്ക് പണിഷ്മെന്റ് നൽകാൻ ആഗ്രഹമുള്ള ഒരാളെ സെലക്ട് ചെയ്യണം. ശേഷം ബൗളിനുള്ളിലെ നോട്ടിൽ എഴുതിയ പണിഷ്മെന്റ് കൊടുക്കുക. കിട്ടിയ ചാൻസ് ആരെങ്കിലും ഒഴിവാക്കും തോന്നുന്നുണ്ടോ? ഗബ്രി ജിൻഡോയ്ക്ക് കൊടുത്ത തർക്കുത്തരം പറച്ചിലും ജിൻഡോ അപ്സരയ്ക്ക് കൊടുത്ത പഴഞ്ചൊല്ലു മറുപടിയുമെല്ലാം അടിപൊളിയായിരുന്നു. വ്യക്തിവൈരാഗ്യമൊക്കെ സിമ്പിളായി കോമഡിയായിട്ട് മത്സരാർത്ഥികൾ പരസ്പരം പറഞ്ഞു തീർത്തു. അതാണ് ബിഗ് ബോസ് ഉദ്ദേശിച്ചതും. ടാസ്കിലൂടെ മത്സരാർത്ഥികളെ പരസ്പരം ചൊടിപ്പിക്കാൻ മാക്സിമം ബിഗ് ബോസ് ശ്രമിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാണ്. കോമഡി എന്ന് പറയുന്നുണ്ടെങ്കിലും പണിഷ്മെന്റ് കൊടുത്തവരും കിട്ടിയവരും കൃത്യമായി പറയാനുള്ളത് പറഞ്ഞു തീർത്തിരുന്നു. പവർ ടീമിന് ഇതുപോലുള്ള പണിഷ്മെന്റുകൾ നൽകാമെന്നും ടാസ്കിനിടയ്ക്ക് വെച്ച് ലാലേട്ടൻ പറയുന്നുണ്ട്. അതായത് ഇതുവരെ വന്ന പവർ ടീമുകൾക്ക് ഒന്നും തന്നെ എന്തെല്ലാം പണിഷ്മെന്റ് മറ്റുള്ളവർക്ക് നൽകുക എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. ഫ്ലോർ ക്ലീനിങ്, വെസൽ ക്ലീനിങ് തുടങ്ങി പണിഷ്മെന്റ് കേട്ട് ബിഗ് ബോസ് വരെ മടുത്തിരിക്കുകയാണ്. ആ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ബിഗ് ബോസ് ഈ ടാസ്ക് നൽകിയത്. ഇനി ടാസ്ക് 2, ഉരട്ടി മധുരം. തെറ്റിയതല്ല, ഉരട്ടി മധുരം എന്നാണ് ടാസ്കിന്റെ പേര്. 3 ടീമായി തിരിഞ്ഞ് ഓരോരുത്തരായി ടേബിളിലൂടെ ബിസ്ക്കറ്റ് ഉരുട്ടി ഓപ്പോസിറ്റ് ആംഗിളിൽ വ്യത്യസ്ത രുചികളിൽ വെച്ച ഗ്ലാസ്സിലേക്ക് വീഴ്ത്തണം. ഓരോ ഗ്ലാസ്സിനും പോയിന്റുകളുണ്ട്. ഇങ്ങനെ വീഴുന്ന ബിസ്ക്കറ്റ് മത്സരിച്ച വ്യക്തിക്ക് കഴിക്കാം. അതായിരുന്നു ടാസ്ക്.
വാശിയേറിയ പോരാട്ടത്തിൽ അർജുന്റെ ടീമാണ് ജയിച്ചത്. എന്തൊക്കെ പറഞ്ഞാലും ഈ 14 പേരുടെ കഴിവ് നമ്മൾ കാണാതെ പോകരുത്. എന്താ പറയാ, വീടിനുള്ളിൽ ഒരു മെഗാ നൈറ്റ് ഷോ ഒക്കെ നടത്തിയ ഒരു ഫീലായിരുന്നു. ഗബ്രി ശരണ്യ ഡാൻസ് പെർഫോമൻസ്, ബോസമ്മ സ്കിറ്റ്, ജിൻജാൻ ഡാൻസ്, ഫാഷൻ ഷോ, അങ്ങനെ എല്ലാം ഒന്നിനൊന്ന് മെച്ചം. ലാലേട്ടൻ വരെ അടിപൊളിയെന്ന് പറയണമെങ്കിൽ പിന്നെ ഒന്നും പറയാനില്ല. സത്യത്തിൽ 20 ദിവസത്തിനിടെ എല്ലാ മത്സരാർത്ഥികളും ഒരുപോലെ ആക്റ്റീവ് ആൻഡ് എനർജറ്റിക് ആയ ദിവസം. ഒരു അടിയുമില്ല, വഴക്കുമില്ല, അതായിരുന്നു അവസ്ഥ. സത്യം പറഞ്ഞാൽ ഇതുപോലെ ഇടയ്ക്കൊക്കെ ഓരോ പരിപാടികൾ കൊടുത്താൽ ഫുൾ ഓൺ ഫുൾ പവർ ആവുമെന്നർത്ഥം. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ വീക്കെൻഡ് എപ്പിസോഡ് രണ്ടും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. 14 മത്സരാർത്ഥികളും ഒരേപോലെ എൻഗേജിംഗ് ആയ അല്ലെങ്കിൽ ആക്റ്റീവായ ദിവസമായിരുന്നു ഇന്നലെ. ആദ്യ ദിവസം ലാലേട്ടൻ തെറ്റുകൾ ചൂണ്ടിക്കാട്ടുകയും രണ്ടാം ദിവസം മത്സരാർത്ഥികളെ മൊത്തത്തിൽ എൻഗേജ് ആക്കുകയും ചെയ്തതോടെ പ്രേക്ഷകർക്കും ബിഗ് ബോസ് ഓണായെന്ന അഭിപ്രായമുണ്ട്. ടാസ്കിലൂടെ മത്സരാർത്ഥികൾക്ക് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി കൊടുക്കുവാൻ ബിഗ് ബോസ് പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. കോമഡി പണിഷ്മെന്റ് ടാസ്ക് ആയാലും അദൃശ്യമായവരെ കണ്ടെത്തുന്ന ടാസ്ക് ആയാലും എല്ലാം മത്സരാർത്ഥികൾക്ക് സ്വയം വിലയിരുത്തുവാനുള്ള അല്ലെങ്കിൽ ബിഗ് ബോസ് വീട്ടിൽ ആക്റ്റീവ് ആക്കണമെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ളതായിരുന്നു. ഇതിലൂടെ വരും ദിവസങ്ങളിൽ മത്സരാർത്ഥികളിൽ ഒരു മാറ്റം വരുമോ എന്നാണ് ഇനി അറിയേണ്ടത്.